ഓം നമഃശിവായ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ അധ്യായത്തിൽ ഭഗവാൻ മഹാദേവന് ഏറ്റവും പ്രിയങ്കരമായ കൂവളത്തിലയെ പറ്റിയാണ് പറയുന്നത്. ശ്രീ പരമേശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷമാണ് കൂവളം. ആയതിനാൽ ശിവദ്രുമം എന്ന പേരിലും ഈ വൃക്ഷം അറിയപ്പെടുന്നു. ശിവക്ഷേത്രങ്ങളിൽ കൂവളമരത്തിന് ദിവ്യവും പ്രധാനവുമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ശിവപാർവതിമാർക്ക് പ്രിയപ്പെട്ട ഈ വൃക്ഷത്തിൻ്റെ മുള്ളുകൾ ശക്തിസ്വരൂപവും ശാഖകൾ വേദവും വേരുകൾ രുദ്രരൂപവുമാണെന്നുമാണ് സങ്കല്പിക്കപ്പെടുന്നത്. കൂവളത്തിൻ്റെ ഓരോ ഇതളും 3ആയി പിരിഞ്ഞാണ് ഇരിക്കുന്നത്. 3 ഭാഗങ്ങളെയും പരമശിവന്റെ തൃക്കണ്ണുകളായിട്ടാണ് വിശ്വസിച്ചു പോരുന്നത്. ജന്മപാപങ്ങളെ ഇല്ലാതാക്കുന്ന ദിവ്യസസ്യമായി കരുതുന്നു. അമാവാസി, പൗർണമി ദിവസങ്ങളിൽ കൂവളത്തിൻ്റെ ഇല പറിക്കാൻ പാടില്ലെന്നാണ് വിശ്വാസം. ഉഷ്ണവീര്യവും കൃമിഹാരവും അതീവ വിഷശമന ശക്തിയുമുള്ളതാണ് കൂവളം. പരമശിവന് കൂവളം പ്രിയങ്കരമാവുന്നത് ഈ വൃക്ഷത്തിൻ്റെ ഗുണവിശേഷത്തെ കണ്ടിട്ടെന്ന് പ്രതീകാത്മകമായി പറയാം. ഒരു വില്ലുപത്രം കൊണ്ട് ശിവാർച്ചന നടത്തുന്നത് കോടിക്കണക്കിന് യജ്ഞങ്ങൾ ചെയ്ത ഫലത്തെ നൽകുന്നു. നാം എല്ലാം വഴിപാടുകൾക്കായി അനേകായിരങ്ങൾ ചെലവഴിക്കുമ്പോൾ ദരിദ്രന് ഈശ്വരാനുഗ്രഹം ആത്മസംതൃപ്തിയും നേടാൻ കൂവളം സഹായിക്കുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതുണ്ട്.